വെൽക്കം ടു അവർ ഹോം യൂട്യൂബ് ചാനൽ. ജെസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വാഴയിലയിൽ മീൻ പൊള്ളിച്ചത് എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചേക്കുന്ന 6 അയല മീനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ചേർത്ത മിക്സ് നമുക്കിതിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ച് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ച പാനിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. അത് വറുത്ത് കോരി നല്ലോണം മൂത്ത ശേഷം മറിച്ചിട്ട് കൊടുത്ത് അത് വറുത്ത് കോരി എടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാനായിട്ട് പോകാം. അതിനായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു 3 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ലോണം ചോപ്പ് ചെയ്ത് ഈ എണ്ണയിലേക്കിട്ട് നമുക്ക് നല്ലോണം അതൊന്ന് വഴറ്റി എടുക്കാം. നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കറി ലീവ്സും കൂടി ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി കേട്ടോ. കറി ലീവ്സും കൂടി ശേഷം വാഴേൻ്റെ തളിരില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഫ്ലെയിമിലേക്ക് കാണിച്ച് ഒന്ന് വാട്ടിയെടുത്ത ശേഷം നല്ലോണം ഒന്ന് വാട്ടി എടുത്ത ശേഷം നമുക്ക് ഈ മസാല ഈ ഇലയിലേക്ക് മാറ്റി അതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ഫിഷ് നമുക്കതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് വാഴയില വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്തിട്ട് അതൊരു വാഴേൻ്റെ വള്ളി തന്നെ ആ ഒരു ത്രെഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിനെ എടുത്തിട്ട് നമുക്കിങ്ങനെ മടക്കിയ ശേഷം വാഴനൂല് വെച്ചിട്ട് നമുക്കതൊന്ന് കെട്ടി കൊടുക്കാം. അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. ശേഷം ചൂടാക്കാൻ വെച്ചേക്കുന്ന മറ്റൊരു പാനിലേക്ക് നെയ്യ് തേച്ച ശേഷം നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് 5 മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ശേഷം 5 മിനിറ്റ് കൂടി പാനിൽ കിടന്ന ശേഷം നമുക്കൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് നോക്കാം. നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.